കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മോന് പെട്രോൾ അടിക്കാൻ. ഇവിടൊക്കെ നമ്മൾ തന്നെ പെട്രോൾ അടിക്കണം. ബാക്കി ഡീറ്റെയിൽസ് കാണാവേ. നമ്മൾ ആക്ച്വലി ഇവിടെ വന്നിട്ട് ഒരു കാർ റെൻറ്റിനെടുത്തു. ഫ്ലെക്സി കാർ. അത് ഒരു ഇവിടുത്തെ ഒരു റെൻറ്റിന് കൊടുക്കുന്ന ഒരു കമ്പനിയാണേ. നമുക്കിതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം. ഓൺലൈൻ്റെ കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ നമുക്കൊന്ന് വാട്സപ്പ് അയക്കാനോ ഒന്ന് കോൾ ചെയ്യാനോ ഇതൊന്നും നമുക്ക് പറ്റത്തില്ല. ഓൺലൈനിലൂടെയുള്ള എല്ലാ സംഭവങ്ങളും അടിപൊളിയാണ് കേട്ടോ. എന്തോ ഒരു എന്താ പറയുന്നത്, എല്ലാം ഭയങ്കര അഡ്വാൻസ്ഡാണ്. എല്ലാ ടെക്നോളജി അടിപൊളിയാണ്. നമുക്കൊന്നും ടെൻഷനൊന്നും അടിക്കണ്ട. നമുക്ക് ഇവിടെ ആദ്യം ഞങ്ങൾ വണ്ടി എടുത്ത് എങ്ങനെ ഓടിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നേ. നമ്മുടെ നാട്ടിലെ പോലാണോ അല്ലെ നമ്മുടെ ദുബൈയിലെ പോലാണോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ റിയലി കേട്ടോ ഭയങ്കര ഈസിയാണ്. നമുക്കൊന്ന് വൺസ് ഒന്ന് ഓടിച്ച് കിട്ടിയാൽ ഭയങ്കര ഈസിയാണ്. എല്ലാം ഡീറ്റെയിലായിട്ട് ഓരോ ബോർഡിലും എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്തൊക്കെയാ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള മീൻസ് എന്തൊക്കെയാ എങ്ങോട്ടൊക്കെയാ റോഡ് പോകുന്നത്. ഇത്ര മീറ്റർ കഴിയുമ്പം നമുക്ക് എക്സിറ്റ് എടുക്കാം. ഇത്ര മീറ്റർ കഴിയുമ്പോൾ ആ റോഡ് കഴിയും. അതിന് മുന്നേ നമുക്ക് ടേൺ റൈറ്റ് എടുക്കണം, ടേൺ ലെഫ്റ്റ് എടുക്കണം. എനിക്കറിയത്തില്ല, എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓസ്ട്രേലിയ. റിയലി അടിപൊളി വണ്ടർഫുൾ പ്ലേസ്. ഓക്കെ, എനിവേ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാം. ആക്ച്വലി ഞങ്ങൾ കാങ്കറൂസിനെ കാണാൻ പോവാം. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഓസ്ട്രേലിയ വന്നിട്ട് കാങ്കറൂസിനെ കാണുമെന്ന്. അപ്പോൾ അതിനു വേണ്ടി പോവാണേ. കാങ്കറൂ ആക്ച്വലി ഹിൽസ് വാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാകും. അവിടെ പോയി കാണണമെന്നുള്ള ആഗ്രഹത്തോടെ പോവുക. ബാക്കി എനിക്ക് അറിയത്തില്ല, അവിടെ ചെന്നിട്ടറിയാം അവിടെ കാങ്കറൂസ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. ബാക്കി കാണുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങൾ പെട്രോൾ അടിച്ചതിൻ്റെ പൈസ കൊടുക്കാൻ പിള്ളേരങ്ങോട്ട് പോയേക്കുക. അപ്പം അവർ പൈസ കൊടുക്കാൻ പോയപ്പോൾ ഞാനോട് അതിനകത്തേക്ക് കയറി തന്നെ ആ സ്റ്റോറിനകത്തേക്ക്. അതിനകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. ഫുഡുണ്ട്, നമുക്ക് വെള്ളം വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പം ഹിൽസ് വാലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ വളരെ ആഗ്രഹത്തോടാണ് പോകുന്നത് കാങ്കറൂസിനെ കാണാൻ പറ്റുമെന്നുള്ളത്. കാരണം ഓസ്ട്രേലിയ വരുമ്പം ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഒരു കാങ്കറൂസിൻ്റെ ഒരു വേറെ എങ്ങും അതിനെ കാണാൻ പറ്റത്തില്ല. ഓസ്ട്രേലിയയിലല്ലേ കാണാൻ പറ്റുള്ളൂ. ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ പറയാൻ ഇപ്പം നമ്മൾ ലണ്ടനിൽ പോയപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ലണ്ടൻ ബ്രിഡ്ജാണ്. ഇപ്പം നമ്മൾ പാരീസിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഐഫൽ ടവർ അല്ലേ? അതുപോലെ ഇപ്പം നമ്മൾ ദുബൈ പലരും വരുവാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? ബുർജ് ഖലീഫയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും അതിൻ്റേതായ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓസ്ട്രേലിയ വരുമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പം എങ്ങും പോയില്ലെങ്കിലും കാങ്കറൂസിനെങ്കിലും കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി പോവുകയാണ്. കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കിപ്പോൾ നോക്കാം. അപ്പം നിങ്ങൾ കണ്ടു ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്നത്. അത് ആക്ച്വലി കച്ചിയാണോ പോച്ചയാണോ എന്ന് എനിക്കറിയത്തില്ല. അത് ഒരു മെഷീനുണ്ട്. അതുകൊണ്ടിങ്ങനെ നമ്മുടെ നാട്ടിൽ കച്ചിയൊക്കെ നമ്മൾ എല്ലാം കൂടെ ചൊറുത്ത് കൂട്ടിയിട്ടൊക്കെ അല്ലേ വെക്കുന്നത്. ഇതിന് അതിൻ്റേതായിട്ടുള്ള മെഷീനുണ്ട്. ഫുൾ ഇങ്ങനെ റൗണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതിൻ്റെ അതെന്തിനാ ഉള്ളതെന്നുള്ള എനിക്ക് അറിയത്തില്ല. ഇനി അവിടുത്തെ പശുക്കൾക്ക് കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് വേറെ വല്ല യൂസാണോ എന്ന് എനിക്കറിയില്ല. എനിവേ നല്ല രസമാണ്. ഈ സ്ഥലത്തോട്ട് പോകുമ്പോഴെല്ലാം നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാവേ. അപ്പം നമ്മൾ ഒരു കാങ്കറൂസിനെ കാണാൻ ഹിൽസ് വാലി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കാണെങ്കിൽ ഇതിനകത്ത് എനിക്ക് ക്യാമറയിൽ കിട്ടിയോയെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ആ പോകുന്ന വഴി ഞങ്ങൾ കുറേ ഫാമുകളൊക്കെ കണ്ടു കേട്ടോ. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറയാവേ. അപ്പോൾ നമ്മൾ ആ കാങ്കറൂസിനെ കാണാനുള്ള സ്ഥലത്തെത്തി. അവിടെ കുറേ ആനിമൽസ് ഉണ്ട്, കുറേ ബേർഡ്സ് ഉണ്ട്, നമുക്ക് എല്ലാം കാണാം. അപ്പം നമ്മൾ അവിടെ ഈ ഹിൽസ് വാലി പോയാൽ നമുക്ക് കൂടുതൽ കാങ്കറൂസിനെയൊക്കെ അടുത്ത് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പം നോക്കുവാണ് ഇങ്ങനെ. അപ്പോൾ വേറെ എന്തോനെയൊക്കെ കാണുന്നുണ്ട്.
ഭയങ്കര കൗതുകത്തോടെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ നോക്കുക, ഉണ്ടോ ഉണ്ടോ. എന്നിട്ട് ഞാൻ റീച്ചനോട് പറയുന്നുണ്ട്, ആദ്യം ആരാ കാണുന്നത് കാങ്കറൂസിനെന്നൊക്കെ. ഇമു എന്ന് പറയുന്നൊരു സാധനമാണിത്. ഇതും അതിൻ്റെയൊക്കെ വകഭേദപ്പെട്ടതിൽ പോലത്തെ ഒരു ജീവിയൊക്കെയാണ്. എനിവേ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്നുള്ള ആഗ്രഹത്തോടാണ് കയറിയത്, വന്നതിവിടെ. നോക്കാം, നമുക്ക് ഉണ്ടാവുമല്ലോ. വളരെ എന്താ പറയുന്നത്, ഭയങ്കര ത്രില്ലാണ്. അത് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ അയ്യോ എങ്ങനെ ഇരിക്കും, ഇങ്ങനെ 2 കാലും കൊണ്ട് ഇങ്ങനെ ചാടി പോകുന്നത്, അത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. നോക്കാം. പിന്നെ കുഞ്ഞുങ്ങൾ അതിൻ്റെ പോക്കറ്റിലിരിക്കുമോ എന്ന് കാണാൻ പറ്റുമോ അറിയത്തില്ല. ഒന്നെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. ഇത് ഇമു എന്ന് പറയുന്നൊരു സാധനമാണ്. അത് ഇലകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന. ഓക്കെ, അയ്യോടാ സോ ക്യൂട്ട്. അതിൻ്റെ ഒരു കുഞ്ഞുണ്ട്, ഒരു വാവ പോലൊരു കുഞ്ഞുണ്ട്. അതിനൊക്കെ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പല കാര്യങ്ങളും ഇങ്ങനെ കണ്ടു, അതിൻ്റെ ഇലയൊക്കെ തിന്നോണ്ടിരിക്കുന്നുണ്ട് അത്. അപ്പം നമുക്ക് നോക്കാം, അതിൻ്റെ കാണാൻ പറ്റുമോ നോക്കാം. അതിനെ കണ്ടോ, നോക്കി. അതിനൊരു പോക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത് അതിൻ്റെ പോക്കറ്റിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. ഇതിനാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നനഞ്ഞ ഒരു ഇത് വേണം. അതിന് വെള്ളം അവരിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം ഞങ്ങൾ അടുത്ത് ഓരോ ഡോറ് തുറന്ന് തരും നമുക്ക്. ഓരോ മൃഗങ്ങൾ ഓരോ ഏരിയയിലാണ്. ഇപ്പം ഇവിടെ കാങ്കറൂസിൻ്റെയാണ്. അപ്പം നമ്മൾ അതിനെ കാണാനായിട്ട് ഓടിപ്പോവാണ്. അപ്പം ഞാൻ മുന്നേ പോവുകയാണ് അതിനെ കാണാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, ഫസ്റ്റ് ആരാ കാണുന്നത് നോക്കാമെന്നൊക്കെ. ശരിക്കും ഒരത്ഭുതമാണ്. അപ്പം എല്ലാവരും നോക്കണ്ട, കുറേ പേര് അവിടെ നിന്ന് കാങ്കറൂസിനെ കാണുവാന്നേ. അപ്പോൾ പോയി നോക്കുമ്പം കണ്ടോ, അവിടെ കാണുന്നുണ്ട്. ആക്ച്വലി അവിടെ കിടക്കുന്നുണ്ട്. നോക്ക് കണ്ടോ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ കുറച്ച് നേരം അതിനെ കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് തോന്നി, അയ്യോ അതൊന്നും നടന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. നടന്നല്ല, ഇങ്ങനെ ചാടി പോകുന്നില്ലേ, അതാ കാണണ്ടേ ശരിക്കും. അത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. കുറേ നേരം അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കി അതിനെ എഴുന്നേൽപ്പിക്കാൻ. ഷൂ എന്നൊക്കെ വിളിച്ചൊക്കെ നോക്കി. അപ്പം പിള്ളേർ പറയുന്നുണ്ട്, അമ്മ അങ്ങനെ വിളിക്കല്ലേ, ഡാഡി അങ്ങനെ വിളിക്കല്ലേ എന്നൊക്കെ പറയാൻ, ഡിസ്റ്റർബ് ആവുമെന്നൊക്കെ പറയുന്നത്. എന്നാലും അതിനെ എങ്ങനെയും ഒന്ന് എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ പലതും കിടന്ന് ഉറങ്ങുവാണേ. പക്ഷേ അത് തന്നെ എഴുന്നേറ്റേ ഇല്ല. ഞങ്ങൾക്ക് അത് കണ്ടിട്ട് ഭയങ്കര വിഷമമായി ഞങ്ങൾക്ക് കണ്ട്. പിന്നെ ഇതിനെയാണ് കാണുന്നത്, അടുത്തത് വീണ്ടും ഇതിനെയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനെ കാങ്കറൂസിനെ കാണാനുള്ള കൗതുകത്തോടൊക്കെ ഞാൻ വീണ്ടും അവിടെ നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര വിഷമമായി ആക്ച്വലി. ഇനി കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അതിന് കാണാൻ പറ്റുന്നില്ലെന്നല്ല, നടക്കുന്നത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. നടക്കുന്ന ചാടി പോകുന്നത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഇതെന്ത് തരം സാധനമാണെന്ന് എനിക്കറിയത്തില്ല. മുള്ളമ്പന്നിയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തോന്നുന്നു. എനിക്കിതിനെ ഒന്ന് കണ്ടിട്ട് എനിക്ക് ഒരു സന്തോഷവും വന്നില്ലേ. ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക, അതിൻ്റെ ചാട്ടം കാണാൻ പറ്റുന്നില്ലല്ലോ ഓർത്തിട്ട്. അപ്പം നോക്കി, അപ്പോൾ അതിങ്ങനെ ചൊറിഞ്ഞ് നിൽക്കുകയാണ്. എനിക്കിത് കണ്ടിട്ടാണെങ്കിൽ ആക്ച്വലി ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് പാടാൻ, ഞാൻ ചൊറിഞ്ഞു തരാം, നീ ഒന്ന് ചാടിക്കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഷൂ എന്നൊക്കെ വെച്ചിട്ട്. അതൊന്നും ഒരു കുലുക്കവും ഇല്ലേ. അതൊന്നും കണ്ടിട്ട് ഇവിടെ ഇത്രയും ദൂരം വന്നിട്ട് അതിനെ ഒന്ന് ചാടി പോകുന്നതും അതിൻ്റെ പോക്കറ്റിൽ കുഞ്ഞുങ്ങളെ വെച്ച് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം അത് കണ്ടില്ലെങ്കിലും വേണ്ടിയില്ല, ചാടി പോകുന്നതെന്ന് കണ്ടാൽ മതി എനിക്ക്. നോക്കി, അത് 2 കാലും 2 കയ്യും ആണോ നടത്തിലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ വരുന്നു. അതൊക്കെ ഓക്കെ, പക്ഷേ എനിക്ക് ചാടുന്നതാണ് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ഞാൻ റീച്ചനോട് പറയുന്നുണ്ട്, ഇത്രയും ദൂരം വന്നിട്ട് അതിനെ അതിന് ചാടുന്ന കാണാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ റീച്ചൻ എടാ, ഇനിയും ദൈവാനുവദിച്ച് നമുക്ക് വരാം, അപ്പം നമുക്ക് കാണാം. അപ്പം ഇത്രയെങ്കിലും എങ്ങനെയെങ്കിലും കണ്ടല്ലോ, കാങ്കറൂസിനെ കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഓസ്ട്രേലിയ വന്നിട്ട് കാങ്കറൂസിനെ കണ്ടെന്ന് നമുക്ക് പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ഒരു സമാധാനത്തിലൊക്കെ അവിടെ ഇങ്ങനെ കൊച്ചു പിള്ളേരെ സമാധാനിപ്പിക്കുന്നവരെന്നെ സമാധാനിപ്പിക്കുന്നവരൊക്കെ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ
അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഇങ്ങനെ കഴുത്തും തിരിക്കുമ്പോഴും എൻ്റെ പ്രതീക്ഷ ഇപ്പം ചാടും എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുത്തി അത് അനങ്ങാതെ ഒരുത്തനാണെങ്കിൽ അനങ്ങുന്ന പോലും ഇല്ല, അവനോടൊപ്പം കിടക്കുന്നത്. അങ്ങനെ നിന്നപ്പോൾ ചാടുന്ന മക്കളെ എനിക്കുണ്ടായ ഒരു സന്തോഷം അത് നിങ്ങളോട് എങ്ങനെ പറഞ്ഞറിയില്ലെന്ന് എനിക്കറിയത്തില്ല. ഇത് കാണാനല്ല ഇവിടെ ആക്ച്വലി വന്നത്, അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. നോക്കി എന്തൊരു രസമാണ് അതിൻ്റെ. അടിപൊളി എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്ന് പോയപ്പോൾ രണ്ടെണ്ണം, ഒന്ന് പോയപ്പോൾ അവൻ്റെ പുറകിനടക്കത് വന്നു. സന്തോഷം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അതിനെ കണ്ട് ഭയങ്കര സന്തോഷം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഫുള്ളി നമ്മളിങ്ങനെ കറങ്ങി നടക്കുകയാണല്ലോ. അപ്പം അവിടുത്തെ ഈ വൈൽഡ് ലൈഫ് ഹോസ്പിറ്റലുണ്ട്, ഈ മൃഗങ്ങൾക്കുള്ള ഹോസ്പിറ്റലാണിത്. അതിനകത്തോട്ട് നമ്മൾ കയറിയേ. ശരിക്കും ഇത് കാണേണ്ട ഒരു സംഭവം തന്നെ കണ്ടോ. നമുക്ക് അതിശയം തോന്നും ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ. ഇത് ഒരു കേവിനകത്തു നിന്ന് ഇറങ്ങി അടുത്ത കേവിലോട്ട് പോകുന്ന ഒരു വഴിയാണ്. ആ ഹോസ്പിറ്റലിലോട്ട് പോകണേ ഇവിടെ നിന്ന് ഇറങ്ങി, അതാ ശരിക്കും ഹോസ്പിറ്റൽ. അപ്പം ഞാൻ ആദ്യം കയറാൻ പോയപ്പോൾ ഞാൻ റിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ എന്തോ കാണാനോ, ഹോസ്പിറ്റൽ എന്തോ കാണാനോ. അപ്പോൾ റിച്ച ഞാൻ വാ നമുക്കൊക്കെ നോക്കാം എന്തുവാന്നൊക്കെ പറഞ്ഞ് റിച്ച എന്നെ പറഞ്ഞു കൊണ്ടുപോവാണേ. നമുക്ക് നോക്കാം. എനിക്കാണെങ്കിൽ ഒന്നാമത് ഈ മൃഗങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടക്കുറവല്ല, എനിക്ക് കുറച്ച് പേടിയുണ്ട്. പട്ടിയും പൂച്ചയൊക്കെ എനിക്ക് പേടി, എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ അതേ ഇതെൻ്റെ മൂക്കും കിട്ടിയിട്ടുണ്ട്. എന്നാൽ മോന് നേരെ തിരിച്ചാക്കണ്ടോ വൈൽഡ് ലൈഫ് ഹോസ്പിറ്റൽ അതിൻ്റെ ഇതാണ്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് പോവാണ്. അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഗൈസ് എനിക്ക് അത്ഭുതം തോന്നി. വന്നില്ലായിരുന്നെങ്കിൽ വൻ നഷ്ടമായി പോവാനിത് കണ്ടോ. അതിൻ്റെ ഓരോ കാര്യങ്ങൾ സർജറി റൂമായിരുന്നു. നിങ്ങൾ നോക്ക് അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കണ്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. അടുത്തത് നോക്കി, അടുത്ത ഏരിയ എന്താണെന്ന് നോക്കാൻ ലബോറട്ടറിയാണ്. മൃഗങ്ങളുടെ ഇതൊക്കെ, മനുഷ്യരുടെ അല്ല. എന്തെല്ലാം കാര്യങ്ങൾ. അടുത്ത എക്സാമിനേഷൻ റൂം, അതായത് എക്സാം ചെയ്യുന്നത് മൃഗങ്ങൾക്ക് എന്ത് അസുഖമാണെന്നൊക്കെ ഉള്ളത് ഈ ഒരു റൂമിലാണ് അവർ എക്സാം ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നുമില്ല, മൃഗങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല, ഇപ്പോൾ ഒന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് അടുത്തത് നിങ്ങൾ നോക്ക്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഇവിടെ ഈ ഒരു റൂമിലാണ്. എനിക്ക് വയ്യ. പിന്നെ ഓരോ മൃഗങ്ങളുടെ ഓരോ ഭാഗങ്ങളാണ് ഇരിക്കുന്നത്. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു മൃഗങ്ങളുടെ ഹോസ്പിറ്റൽ ഇത്രയും ഫെസിലിറ്റി കാണാൻ. മൃഗങ്ങളുടെ ഹോസ്പിറ്റൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ വെറ്റിനറി ഹോസ്പിറ്റൽ വല്ല വെറ്റിനറി ഫാർമസി എന്നൊക്കെ കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന്, അല്ലാതെ അകത്ത് ഇത്രയും ഒരു സജ്ജീകരണങ്ങളോടുകൂടി ഉള്ള ഒരു സാധനവും ഞാൻ കണ്ടിട്ടില്ല. അവിടുന്ന് അതൊക്കെ കണ്ട് ഭയങ്കര അത്ഭുതം. ഞാൻ റിച്ചനോട് ശരിക്കും ഇത് കയറിയില്ലായിരുന്നു, ഇത് ഭയങ്കര നഷ്ടമായേനെ. അതൊക്കെ കണ്ടു. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഏരിയ ഉണ്ട്, ഒത്തിരി ഉണ്ട് നടക്കാൻ. നമ്മൾ പറഞ്ഞാലും നടന്നാലും തീരത്തില്ല, അത്രത്തോളം ഉണ്ട്. നടക്കാൻ പറ്റുന്നവർക്കൊക്കെ വന്ന് നടക്കാം ഇവിടൊക്കെ. അപ്പോൾ ഓരോ സ്ഥലം കാട് പോലെ അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും അതിനെയൊക്കെ ഒരു നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് സമ്മതിക്കണം. നല്ല വൃത്തിയാണ്, അതാണ് ഏറ്റവും ഇത്. അപ്പം പലയിടെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് നടന്ന് ക്ഷീണിക്കുമ്പോഴിരിക്കാൻ. ഇടയ്ക്ക് കാഫേ ഉണ്ട്, നമുക്ക് അവിടുന്ന് ഫ്രഷ് ആവാൻ റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് കാഫേ ഉണ്ട്, വാഷ്റൂമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഒരു വാട്ടറൊക്കെ ഒരു ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ അതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്, താറാവോ എന്തൊക്കെയോ അങ്ങനത്തെ വെള്ളത്തിൽ കൂടെ പോകുന്നതൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ കണ്ടോ, എന്തോ ഒരു ബേർഡാണ്, താറാവാന്ന് തോന്നുന്നു. അത് വെള്ളം കുടിക്കുകയും അതിൻ്റെ ദേഹം നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു കാലാവസ്ഥയായിരുന്നേ. ചൂടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ചെറു ചൂട്, പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നേ. അതുകൊണ്ട് അത്രയും ചൂടൊന്നും അറിഞ്ഞില്ല, നല്ലതായിരുന്നു. എനിക്ക് ഈ കാലാവസ്ഥയാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഒത്തിരി തണുപ്പൊന്നും ഇഷ്ടമില്ല. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒന്നുകൂടെ കാങ്കറൂസിനോട് ബൈ പറയാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞടാ ബൈയടാ, ഇനി എന്തെങ്കിലും വരുമ്പം കാണാം, അന്ന് നിൻ്റെ പോക്കറ്റിൽ കുഞ്ഞിനെയും വെച്ചോണ്ട് കാണിക്കണം, ഇന്ന് പോട്ടെ, നിനക്ക് ഇന്ന്
ചാടിയെങ്കിലും കാണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ പിന്നെ ലാസ്റ്റ് ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു, ഒരു ബേർഡ് ഷോ. അത് ഭയങ്കര സംഭവം കേട്ടോ. ബേർഡുകൾ ഈ അവിടെ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന മനുഷ്യരുണ്ട്, അവർ പറയുന്ന പോലെ ചെയ്യും. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവരെന്താ പറയുന്നു ഇടയ്ക്കിടയ്ക്ക് അതിനിങ്ങനെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് അവരെന്ത് പറയുന്ന അവർ ആ ഒരു ഭാഷയിൽ അവരത് പറയും, അങ്ങനെ അത് ചെയ്യാൻ പറയും, അവരത് പോയി ചെയ്യും. ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഈ സംഭവം ഒരു രക്ഷയില്ല. നിങ്ങൾ വൺസ് ഓസ്ട്രേലിയ വരുവാണെങ്കിൽ ബേർഡ് ഷോ ഒക്കെ കാണും. പലയിടത്തുണ്ട്, ഞാൻ സിംഗപ്പൂരിലും കണ്ടതാണ്. പലയിടത്തും പല രീതിയിലുള്ളതാണ്. സിംഗപ്പൂരിൽ ഇതിനേക്കാളും അടിപൊളിയായിരുന്നു എനിക്ക് തോന്നിയത്. പക്ഷേ ഓരോ സ്ഥലങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള വെറൈറ്റി കാര്യങ്ങളുണ്ട്. എന്തായാലും സമ്മതിക്കണം ഇതിനെ ട്രെയിൻ ചെയ്യുന്നവർ. ആ ട്രെയിൻ ചെയ്യുന്ന 2 പേരാണ് ഇറങ്ങി വരുന്നത്. അവർ പറയുന്ന പോലെ പക്ഷികളിങ്ങനെ പറന്ന് വരും. എന്നിട്ട് എന്തെങ്കിലും സാധനം ഇട്ട് കൊടുക്കും, അത് പൊട്ടിക്കാൻ പറയും, ചൂണ്ടുകൊണ്ട് അത് പൊട്ടിക്കും. അവിടെ പോയി പറന്നിരിക്കാൻ പറയുമ്പോൾ അവിടെ പോയി പറന്നിരിക്കും. ഒരു ഭയങ്കര രസമായിരുന്നു ഈ ഒരു കാഴ്ച കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഫുള്ള് കാണിക്കുന്നില്ല. ജസ്റ്റ് ആക്ച്വലി എനിക്ക് ആ തോട് അല്ല ആ മുട്ട പൊട്ടിക്കുന്നതൊക്കെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ സമയത്തല്ല കറക്റ്റ് നമ്മളിത് എടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും ഉണ്ട്, എനിക്കത് കറക്റ്റായിട്ട് പെട്ടെന്നല്ലേ ഇവർ ചെയ്യും, നമ്മളറിയത്തില്ലല്ലോ അടുത്ത് എന്തുവാണ്. കണ്ടോ അവർ വിളിക്കുമ്പോൾ ഓരോ പക്ഷികൾ പറന്ന് വരുവാണേ, വന്ന് കറക്റ്റായിട്ട് ട്രെയിനിങ് ഒരു രക്ഷയില്ല അവരുടെ ട്രെയിനിങ് കേട്ടോ. അടുത്തത് വരികയാണ്. എന്നിട്ട് ഒന്നിൻ്റെ ഒരു ഇത് കഴിയുന്നുണ്ടേ അവർ കറക്റ്റായിട്ട് പറന്ന് അവർ കൂട്ടി കയറിപ്പോവും. എന്നിട്ട് അടുത്തത് വരും. അതൊക്കെ ഭയങ്കര രസമായിരുന്നു, കാണേണ്ട ഒരു കാഴ്ചയായിരുന്നേ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി അതൊക്കെ കണ്ടപ്പം. എനിക്ക് പക്ഷേ ഇതിലൊക്കെ സന്തോഷം കാങ്കറൂസ് ചാടിയതാട്ടോ. ഇപ്പോഴും ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അത്രമാത്രം ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അത്. അപ്പം ഇതൊക്കെ കണ്ടു. ഇത് കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കുറച്ചേ ഇതിനകത്ത് ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുവേ. അപ്പം അവർ അതിൻ്റെ ഭാഷയിൽ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിന് തീറ്റ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡോൾഫിനെ കാണാൻ പോകുമ്പോഴും അങ്ങനെയാണല്ലോ, അവർ പറയുന്ന പോലെ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് അവർ മീൻ ഇങ്ങനെ അതിന് തീറ്റ കൊടുക്കും, എന്തോ മീനാന്ന് തോന്നുന്നു, അതിന് തീറ്റ കൊടുക്കും. അപ്പം ഇത് ലാസ്റ്റാണ്. ഇതിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇപ്പം നമ്മൾ ഇറങ്ങുവാണ്. ലാസ്റ്റ് ഒരു അതിൻ്റെ പുറകിൽ അയാൾ പോയി നിൽക്കുമ്പോൾ പക്ഷി അവിടെ വരും. അയാൾ ആ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഗുണമാണ്, അത്ര നല്ല ട്രെയിനിങ് ആണ് അവർ ആ പക്ഷി കൊടുക്കേണ്ട. അയാളുടെ കയ്യിൽ വന്നിരുന്നു, അതൊന്ന് പറന്ന് പോയി. നമ്മുടെയൊക്കെ കണ്ട അടുത്ത ആളുടെ കയ്യിൽ വന്നിരുന്നു. നമ്മുടെയൊക്കെ ഇടയ്ക്കൂടെ അത് പറന്ന് പോകുന്നു. എൻ്റെ എന്താ പറയുന്നത് മുഖത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പറഞ്ഞു. ഞാൻ പേടിച്ചു, പക്ഷേ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഏത് സമയത്താണ് അത് പോകുന്നതും വരുന്നതും ഒന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്കതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം കണ്ടോ അത് ഇയാളുടെ കയ്യിൽ വന്നിരുന്നു, ആ മനുഷ്യൻ്റെ. അത് പറയുന്ന അയാൾ വിളിക്കുന്നുണ്ട്, ഓടി ഇയാളുടെ കയ്യിൽ വന്നിരിക്കും. അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ, നമുക്ക് നല്ല രസമായിരുന്നു. എല്ലാവരും ഫോണും ഓണാക്കി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. കണ്ടോ കണ്ടോ എൻ്റെ അത് ഞാൻ ഇവിടെ ഇരുന്ന് ആ സൈഡിൽ കൂടെ പോയത്. അയ്യോ ഞാൻ പേടിച്ചു പോയി. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ, റിയലി ഫാൻറ്റാസ്റ്റിക്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു. അതിനിങ്ങനെ ഇരിപ്പുറയ്ക്കുന്നില്ല, അങ്ങോട്ട് പറക്കുന്നു ഇങ്ങോട്ട് പറക്കുന്നു, ഒരു രക്ഷയില്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വലിയൊരു സംഭവമാണ്, വലിയൊരു എന്താ പറയുന്നത്, നമുക്ക് എത്ര നടന്നാലും തീരത്തില്ല, അത്രത്തോളം വലിയൊരു സ്ഥലമായത്. ഇച്ചിരി ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, കുറച്ച് നേരം നടക്കാൻ പറ്റും. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്കതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അയാൾ ഏറ്റവും ഒരു താങ്ക്സ് പറയുകയാണ്. അവരോടെല്ലാം ബൈ പറഞ്ഞ് ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ബൈ പറഞ്ഞ് ഇറങ്ങി വന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സ്ട്രോബെറി ഫാം കണ്ടേ. അപ്പോൾ ഒരു ആഗ്രഹം തോന്നി അവിടെ ഒന്ന് കയറിയാലോ എന്ന്. അപ്പോൾ അവിടോട്ട് പോവുകയാണ് നമ്മൾ. മോനാണ് ഈ വണ്ടിയെല്ലാം ഓടിക്കുന്നത് കേട്ടോ. ഞാൻ മോൻ്റെ വീഡിയോ എടുത്തു, പക്ഷെ റെക്കോർഡായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ മോൻ്റെ വണ്ടി ഓടിക്കുന്ന
വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റാതിരുന്നത്. അപ്പം സ്ട്രോബെറി ഫാമിലേക്ക് വന്നതാണ്. അടിപൊളി സ്ട്രോബെറിയാണ് കേട്ടോ. ഫാമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം അത് ഞാൻ എടുത്തില്ല. നമുക്കത് എടുക്കാൻ അവിടെ ആ സൈഡിലെല്ലാം അവിടെയൊക്കെ സ്ട്രോബെറി ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്കും അവർ. നല്ല രസമായിരുന്നേ. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. കണ്ടോ, അതെല്ലാം സ്ട്രോബെറിയാണ്. കണ്ടോ സ്ട്രോബെറി, ഞങ്ങൾ അവിടെ നിന്ന് ഫ്രഷ് സ്ട്രോബെറി മേടിച്ചായിരുന്നേ. അങ്ങനെ അന്നത്തെ ദിവസം അടിപൊളിയായിട്ട് ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. കണ്ടോ, ഫ്രഷ് സ്ട്രോബെറിയാണ്, എന്തൊരു ടേസ്റ്റ് ആയിരുന്നെന്നറിയോ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. വന്ന വഴിക്ക് നമ്മൾ ഇത് എന്താ പറയുന്നത്, ജാപ്പനീസ് ഫ്രൈഡ് റൈസ് വിത്ത് പ്രോൺസ് ആൻഡ് ചിക്കൻ, പിന്നെ ഡംപ്ലിങ്സ്, പിന്നെ ഇതെന്തോ സൂപ്പാണ്, എല്ലാം കൂടെ ഉള്ളൊരു സൂപ്പാണ്. ജാപ്പനീസ് ഫുഡാണ് ഫുള്ള് കഴിച്ചത്. ഐസ്ക്രീം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് കുറേ ഫാം കണ്ടു. ഗ്രേപ്സിൻ്റെ ഫാം, ഓറഞ്ച്, ആപ്പിള്, പോമഗ്രാനൈറ്റ്, അങ്ങനെ കുറേ ഫാം കണ്ടു. അതെല്ലാം ഒന്നും എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ സ്ട്രോബെറി ഭയങ്കരമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചാണ്. ഗ്രേപ്സൊക്കെ പല പ്രാവശ്യം മോൻ വണ്ടി ഓടിക്കുന്നത് ഇതിനകത്ത് കാണിക്കാൻ പറ്റി. ഗ്രേപ്സിൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട്, ആപ്പിൾ കാണിച്ചിട്ടുണ്ട്. ഗ്രേപ്സിൻ്റെ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കത്രയും ഞാൻ കണ്ടിട്ടുണ്ട്. ആപ്പിൾ കണ്ടിട്ടുണ്ട്, ഓറഞ്ച് കണ്ടിട്ടുണ്ട്, പോമഗ്രാനൈറ്റും ജോർജിയ പോയപ്പോൾ കണ്ടായിരുന്നു. പക്ഷേ സ്ട്രോബെറി കണ്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് സ്ട്രോബെറി ഇതിനകത്ത് ആഡ് ചെയ്തത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയാണ്. ഇതോടുകൂടി ഏകദേശം എൻ്റെ ഓസ്ട്രേലിയൻ വ്ളോഗൊക്കെ കഴിയാറായി. ഇനി ഒരെണ്ണോ വല്ലതും ഉണ്ടാവത്തുള്ളൂ. നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ എന്തായാലും ഇടാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.